ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. വീക്കെൻഡാണ്, അതുകൊണ്ട് തന്നെ വീക്കെൻഡ് റിസർച്ച് വീഡിയോസാണ് സാധാരണയായിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. ഏതായാലും മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് ഈ ആഴ്ച വളരെ നിരാശാജനകമായിരുന്നു. ഒരു റിക്കവറി, അതിനുശേഷം വീണ്ടും ഫാൾ. ഏതായാലും ഇൻവെസ്റ്റേഴ്സും നിക്ഷേപകരും ഒക്കെ തന്നെ വളരെ നിരാശരാണ്, ട്രേഡേഴ്സും ഒക്കെ തന്നെ. കാരണം വളരെ വോളറ്റൈലായിട്ടുള്ള സെഷനായിരുന്നു. ഏതായാലും ഇപ്പോൾ ശനിയാഴ്ച, ഇന്ന് മാർച്ച് 7 ആണ്. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വരുന്ന വാർത്തകൾ അല്പം ആശ്വാസകരമാണ്. അതായത് US-ൻ്റെ ഭാഗത്തുനിന്നും ഇനി അറ്റ്ലീസ്റ്റ് GCC രാജ്യങ്ങളിലേക്ക്, മിഡിൽ ഈസ്റ്റിലേക്ക് ആക്രമണങ്ങൾ ഉണ്ടാകില്ല എന്നുള്ള ഒരു പ്രസ്താവനയാണ് ഇറാൻ്റെ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ദുബായും അതുപോലെ തന്നെ അബുദാബിയും ഒക്കെ തന്നെ വിമാന സർവീസുകളും മറ്റുമൊക്കെ പുനരാരംഭിക്കും എന്നുള്ള ഒരു വാർത്തകൾ കൂടി കേൾക്കുന്നു. ഏതായാലും അത് വളരെ പോസിറ്റീവായിട്ട് എടുക്കുന്നു. ഇന്ന് രാവിലെയും GCC രാജ്യങ്ങളിലേക്ക് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ഒരു പ്രസ്താവനയ്ക്ക് വളരെ പ്രാധാന്യം കൊടുക്കുന്നത്. അതുപോലെ ശനിയും ഞായറും ഉണ്ട്. നമുക്ക് പുതിയ തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള മീഡിയേഷനോ കാര്യങ്ങളോ വരുമോ എന്ന് അറിയില്ല. ഏതായാലും യുദ്ധം അധികം നീണ്ടു നിൽക്കാതെ അത് പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ പറ്റട്ടെ. അപ്പോൾ ഏവിയേഷൻ സെക്ടറൊക്കെ തന്നെ ഒരു തിങ്കളാഴ്ച ഒരു ബൗൺസ് ബാക്കിന് സാധ്യതയുണ്ട്, ഇത് കൂടുതലും ശക്തമായിട്ടുള്ള പ്രസ്താവനയാണെങ്കിൽ. അതുപോലെ അതേസമയം പല മേഖലകളിലും നമ്മളിപ്പോഴും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അതായത് ഹോർമൂസ് കടലിടുക്ക് ഇപ്പോഴും കൺട്രോളിലാണ്, അത് ക്ലോസ്ഡ് ആണ് ഏകദേശം. അതുപോലെ ഓയിൽ പ്രൈസസ് വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ $92 മുകളിലേക്ക് ബ്രണ്ടിൻ്റെ വില വരികയുണ്ടായി. ഡോളർ ഇൻഡെക്സ് വീക്കായി ശക്തമായി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്, 98ലേക്ക് വന്നിരിക്കുന്നു. അതുപോലെ റുപ്പി ഡോളർ ഇക്വേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്, റുപ്പി വീക്കായി കൊണ്ടിരിക്കുകയാണ് ഡോളറിനെതിരെ. $92 മുകളിലാണ് വന്നിരിക്കുന്നത്. ഇതൊക്കെ തന്നെ ഇന്ത്യയെ സംബന്ധിച്ച് നെഗറ്റീവാണ്. കാരണം ഇൻഫ്ലേഷൻ കൂടാനും നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനും ഒക്കെ സാധ്യതയുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചിട്ടും എക്സ്പോർട്ടർ എന്ന രീതിയിൽ ഓയിൽ പ്രൈസ് കൂടുന്നത് അവരെ സംബന്ധിച്ചിട്ടും അവരുടെ രാജ്യത്തെ ഇൻഫ്ലേഷൻ കൂടാൻ സാധ്യതയുണ്ട്. ബോണ്ട് റേറ്റ് 10 വർഷത്തെ ബോണ്ട് ഈൽഡൊക്കെ 4% മുകളിലേക്ക് വരുന്നു. അത് സ്വാഭാവികമായിട്ടും വിദേശ ധനകാര്യ സ്ഥാപനങ്ങളെ ഇന്ത്യയിൽ നിന്നും പിൻവലിച്ച് അവിടത്തേക്ക് പൈസ കൊണ്ടുപോകുന്നതിന് കാരണമാകും. അപ്പോൾ ഈ ഒരു സാഹചര്യമൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ലോകരാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇതൊരു മീഡിയേഷൻ ടോക്ക് വഴി പരിഹരിക്കുക എന്നുള്ളത് മാത്രമാണ് ഓഹരി വിപണിയെ സംബന്ധിച്ചിട്ടും അല്ലെങ്കിൽ ലോക സമാധാനത്തിനും ബെസ്റ്റായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ എത്രമാത്രം അത് സംഭവിക്കുമെന്നറിയില്ല നമുക്ക്. അപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത് ചില കാര്യങ്ങളാണ്. അതായത് നമുക്ക് ഗ്യാസ് അതുപോലെ തന്നെ LNG സപ്ലൈ വളരെ കാര്യമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ മാർക്കറ്റിനെ. അതായത് ഇന്ത്യയിലേക്ക് വരുന്ന പ്രധാനമായിട്ടുള്ള LNG സപ്ലൈ വരുന്ന ഖത്തറിൽ നിന്നാണ്. അപ്പോൾ ഖത്തർ കഴിഞ്ഞ പ്രാവശ്യം സപ്ലൈ ഷോർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഖത്തറിൽ നിന്നുള്ള സപ്ലൈ ഇല്ല എന്നാണ്. കാരണം ഇന്ത്യയുടെ ഏറ്റവും വലിയ സപ്ലയർ, LNG സപ്ലയർ എന്ന് പറയുന്നത് ഖത്തറാണ്. അവർ പ്രൊഡക്ഷൻ ഹാൾട്ട് ചെയ്തിട്ടുണ്ട്. സോ ഈ പ്രധാനപ്പെട്ട ഹോർമൂസ് കടലിടുക്കിലും അവിടെയൊക്കെ വന്നിരിക്കുന്ന പ്രശ്നങ്ങളാണ് അവരുടെ പ്രൊഡക്ഷൻ സെൻറ്റേഴ്സിന് നേരെ, അതായത് റാസ് ലഫാൻ എന്ന് പറയുന്ന പ്രൊഡക്ഷൻ സെൻറ്ററിന് നേരെ ഡയറക്റ്റ് ആക്രമണം വന്നു കഴിഞ്ഞു ഇറാൻ്റെ ഭാഗത്തുനിന്ന്. അതുകൊണ്ട് തന്നെ 40% ഇന്ത്യയുടെ LNG വരുന്നത് ആ ഭാഗത്തുനിന്നാണ്, ഖത്തറിൽ നിന്നാണ്. സോ അതുകൊണ്ട് തന്നെ ഇത് LNG മാർക്കറ്റിനെ ഇന്ത്യയിൽ എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതേസമയം നമുക്കറിയാം ഇതൊരു ടെമ്പററി സിറ്റുവേഷനാണ്. ഇതൊന്ന് കാം ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും മാർക്കറ്റും അതുപോലെ തന്നെ ഈ ഒരു സെക്ടറൊക്കെ തന്നെ പുരോഗമിക്കും. അപ്പോൾ ഏതൊക്കെ കമ്പനികളാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് വന്നിരിക്കുന്നത്, എന്നാൽ ആ കമ്പനികളെ നമുക്ക് എന്ത് ചെയ്യണം ഭാവിയിൽ, ആ കമ്പനികളിൽ നിക്ഷേപം വീണ്ടും നടത്തേണ്ട സമയമുണ്ടോ എന്നുള്ളതാണ്. അപ്പം സ്റ്റോക്കുകളിലേക്ക് വിശദമായിട്ട് പോകാം. അതിലേക്ക് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് അറിയാനും പഠിക്കാനൊക്കെ താല്പര്യമുള്ളവരുമായിട്ട് നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അറിയുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിലും ടെലിഗ്രാം ചാനലുകളൊക്കെ ഒന്ന് ചെയ്യുക. അതുപോലെ ഞാനൊരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള റിസർച്ച് അനലിസ്റ്റാണ്. ഞങ്ങളുടെ റിസർച്ച് അഡ്വൈസറി പ്രൊഡക്റ്റുകൾ ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനലിൽ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ ഗ്രൂപ്പുകളിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നമുക്ക് ഫ്രീ ആയിട്ടുള്ള ടെലിഗ്രാം ചാനലുണ്ട്, മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉണ്ട്, സ്ട്രിങ്സ്, എല്ലാ തരത്തിലുള്ള കോൾസുകളും പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നിങ്ങൾക്ക് ഈ ഒരു സർവീസുകൾ ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കുകളും ഉപയോഗിക്കുക. നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. അതുവഴിയൊക്കെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. സോ ഈ ഒരു ടെൻഷൻ, ഈ മിഡിൽ ഈസ്റ്റിൽ വന്നിരിക്കുന്ന ഈ ഒരു ടെൻഷൻ ഇന്ത്യയുടെ LNG മാർക്കറ്റിനെ ശരിക്കും പിടിച്ചുലച്ചിട്ടുണ്ട്. നമ്മൾ പ്രധാനമായിട്ടും LNG ഇമ്പോർട്ട് ചെയ്യുന്ന കൺട്രിയാണ്. അപ്പോൾ ഈ ഒരു കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ഖത്തറിൽ നിന്ന് വരുന്ന LNG ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. 40% നമുക്ക് അവിടെ നിന്നാണ് വരുന്നത്.
സോ ഇതൊക്കെയാണ് സ്റ്റോക്ക്. അതായത് ഒന്നാമത്തെ സ്റ്റോക്ക് എന്നത് മഹാനഗർ ഗ്യാസ് എന്ന് പറയുന്ന സ്റ്റോക്കാണ്. MGL എന്ന് പറയും, മഹാനഗർ ഗ്യാസ്. ഈ സ്റ്റോക്കിനെ കാര്യമായിട്ടിത് ബാധിച്ചിട്ടുണ്ട്. മഹാനഗർ ഗ്യാസിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് ഇന്നലെ ക്ലോസിംഗ് വന്നിരിക്കുന്നത് 1049 രൂപയാണ്. ഈ യുദ്ധം തുടങ്ങുന്നതിന് മുമ്പ് 1234 രൂപ ഉണ്ടായിരുന്നതാണ്. 1200 മുകളിൽ ഉണ്ടായിരുന്ന സ്റ്റോക്കാണ് ഇപ്പോൾ വന്ന് 1049 വന്നിരിക്കുന്നത്. ടെക്നിക്കലി നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് വീക്കായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും ഒരു നെഗറ്റീവ് ബാരിഷ് ടെറിട്ടറിയിലേക്ക് പോയിട്ടില്ല എന്ന് വേണം പറയാൻ. സോ ഞാൻ ടെക്നിക്കൽ ഔട്ട്ലുക്ക് നൽകാനല്ല പറഞ്ഞത്. ഞാൻ ഉദ്ദേശിച്ചത് ഈ കമ്പനി ഭാഗമായിട്ടും, അതായത് മഹാനഗറാണ്, MGL ആണ് LNG സപ്ലൈ ഏറ്റവും കൂടുതൽ മിഡിൽ ഈസ്റ്റിൽ നിന്നും കൊണ്ടുവരുന്നത്. സോ ഈ ഗ്യാസ് അവൈലബിലിറ്റി കുറഞ്ഞതുകൊണ്ട് തന്നെ ഇവർക്കുടെ പ്രൈസിങ്ങിൽ കൂടാൻ സാധ്യത, കാരണം ഇവർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇവരുടെ ഇപ്പോൾ സപ്ലൈ കുറവായതുകൊണ്ട് തന്നെ ഡിമാൻഡ് അതുപോലെ നിൽക്കുന്നു. സോ സ്വാഭാവികമായിട്ടും പ്രൈസ് ഇവർ കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് കൺവേർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. സോ LNG പ്രൈസിലുണ്ടായിരിക്കുന്ന ഹൈക്ക്, ജിയോ പൊളിറ്റിക്കൽ ടെൻഷനൊക്കെ ഈ കമ്പനിയെ ഇപ്പോൾ നെഗറ്റീവായിട്ട് ബാധാൻ സാധിക്കുന്നുണ്ട്. അപ്പം മെറ്റീരിയൽ കോസ്റ്റ് കൂടാണ്, ഇവർക്ക് കിട്ടുന്ന പൈസ കൂടിക്കൊണ്ടിരിക്കുകയാണ്. LNGയുടെ പൈസ കൂടാൻ സാധ്യതയുണ്ട്. CNG PNG ഇവർ ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കും അതുപോലെ തന്നെ വീട്ടാവശ്യങ്ങൾക്കുമുള്ള CNG PNG ഒക്കെ തന്നെ സപ്ലൈ ചെയ്യുന്നുണ്ട്. സോ ഡിമാൻഡ് അതുപോലെ തന്നെ ഉണ്ട്. അത് ഡിമാൻഡ് കുറക്കാൻ വേണ്ടിയിട്ട് ഇവർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ പ്രൈസ് കൂട്ടിക്കൊണ്ട് ഇത് ഡിമാൻഡ് കുറക്കാനുള്ള പദ്ധതികളാണ് കമ്പനി ചെയ്യാൻ പോകുന്നത്. അതേസമയം കമ്പനിക്ക് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും പ്രൊട്ടക്ഷൻ ഉണ്ട്. കാരണം ഇവരുടെ പ്രധാനപ്പെട്ട സെയിൽസിൻ്റെ ഒരു പ്രധാനപ്പെട്ട പോർഷനും CNCയും അതുപോലെ തന്നെ ഹൗസ് ഹോൾഡ് PNGയും ആണ്. അപ്പോൾ അതൊരു പ്രയോറിറ്റി സെഗ്മെൻറ്റാണ്. ആൾക്കാർ ഇന്ത്യയുടെ ഗ്യാസ് അലോക്കേഷൻ പോളിസി പ്രകാരം വീട്ടാവശ്യങ്ങൾക്കും ഇൻഡസ്ട്രിയൽ ആവശ്യങ്ങൾക്കുള്ള ഗ്യാസ് ഡിസ്ട്രിബ്യൂഷൻ എന്നത് പ്രയോറിറ്റി ലിസ്റ്റിലുള്ളതാണ്. സോ സപ്ലൈ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സിനെയും അതുപോലെ തന്നെ പിന്നീട് അവരുടെ നമ്മുടെ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നവരെയൊക്കെ തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട്. സോ ഈ കമ്പനി ഇപ്പോൾ ഒരു നെഗറ്റീവ് ബാരിഷ് ടെറിട്ടറിയിലാണെങ്കിലും പിന്നീട് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്ന സാധാരണയാവുന്ന സമയത്ത് ഈ കമ്പനികളിൽ മുന്നോട്ട് ഉണ്ടാക്കാൻ, ഗ്യാസ് കമ്പനികൾ എപ്പോഴും ഞാൻ പറയാറുണ്ട് ഗ്യാസ് പോലെ തന്നെയാണ്, വളരെ കത്തിപ്പടരുന്ന സമയത്ത് ഫ്രഷായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള മൂവ് ആയിരിക്കും. അതേസമയം ഡൗൺ സൈഡിലേക്കും എന്തെങ്കിലും ഇഷ്യൂസ് ഇതേപോലുള്ള വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് താഴോട്ട് വരാനുള്ള സാധ്യതയുണ്ട്. MGL വളരെ സ്ട്രോങ് ആയിട്ടൊരു കമ്പനിയാണ്. കാരണം 2025 അവസാന സാമ്പത്തിക വർഷത്തിൽ 65,486 കോടി രൂപയുടെ റവന്യൂ ആണ് കമ്പനിക്ക് ഉണ്ടായിരുന്നത്. പ്രോഫിറ്റ് മാർജിൻ 15.9%. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് 10,405 കോടി രൂപയായിരുന്നു. അപ്പോൾ ഈ Q3 റിസൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 22,679 കോടി രൂപയുടെ സെയിൽസാണ് കമ്പനി ഉണ്ടാക്കിയത്. കഴിഞ്ഞ വർഷം ഇതേ സമയം 20,315 കോടി രൂപയായിരുന്നു. നെറ്റ് പ്രോഫിറ്റ് ഏകദേശം 2,019 കോടി രൂപയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 2,228 കോടി രൂപയായിരുന്നു. ഇപ്പോൾ 2,019 കോടി രൂപയായിട്ടാണ് കുറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഓവറോൾ മിഡിൽ ഈസ്റ്റിലെ ടെൻഷനും LNG ഡിസ്ട്രിബ്യൂഷൻസും ഒക്കെ തന്നെ ഒരു ഷോർട്ട് ടേമിൽ നെഗറ്റീവ് ആണെങ്കിലും ഈ ഒരു പ്രൈസ് റേസ് ചെയ്തുകൊണ്ട് അത് കസ്റ്റമറിലേക്ക് പാസ് ഓൺ ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ സെയിൽസിൽ വലിയ ഇടിവ് വരാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ Q3 Q4 റിസൾട്ടുകൾ പ്രത്യേകിച്ചും മോശമാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ വരുന്ന മാസങ്ങളിൽ ചിലപ്പോൾ സ്റ്റോക്ക് ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കിതിനെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു മാർച്ച് ക്വാർട്ടർ റിസൾട്ടിന് ശേഷം ലെവലുകളിൽ നിങ്ങൾക്ക് അക്യുമുലേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. ഇപ്പോഴത്തെ ലെവലിലല്ല, ഇപ്പോൾ ഒരു സ്റ്റോക്ക് നെഗറ്റീവ് ടെറിട്ടറിയിലാണുള്ളത്. രണ്ടാമത്തത് പെട്രോനെറ്റ് LNG ആണ്. ഇന്ത്യയിലെ ഡയറക്റ്റായിട്ട് ഇന്ത്യക്ക് ഈ ഒരു സംഭവം കൊണ്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള കാര്യമാണ്. കാരണം മിഡിൽ ഈസ്റ്റിലെ ക്രൈസിസും LNG മാർക്കറ്റ്സിൻ്റെ പ്രശ്നങ്ങളും ഏറ്റവും ഡയറക്റ്റായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ സാധ്യതയുള്ളൊരു കമ്പനിയാണ് പെട്രോനെറ്റ് LNG എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെട്രോനെറ്റ് ഏറ്റവും കൂടുതൽ LNG ഇമ്പോർട്ട് ചെയ്യുന്നൊരു കമ്പനിയാണ് ഖത്തറിൽ നിന്നും. അതൊരു ലോങ് ടേം കോൺട്രാക്റ്റ് വഴിയാണ് അവർ ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഗൾഫ് മേഖലയിലുള്ള പ്രശ്നങ്ങളും ഷിപ്പിങ്ങിൻ്റെ ഇഷ്യൂസും ഹോമൂസ് കടലിടുക്കിൻ്റെ വിഷയങ്ങളൊക്കെ തന്നെ റാസൽ ഉണ്ടായിരിക്കുന്ന ഖത്തറിൻ്റെ ആക്രമണങ്ങളൊക്കെ തന്നെ കാർഗോ ഡെലിവറിയും ഒക്കെ തന്നെ ഡിലേ ആയിട്ടുണ്ട്, കുറഞ്ഞിട്ടുണ്ട്. സോ ലോവസ്റ്റ് LNG ഇമ്പോർട്ടാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അവർ സെല് ചെയ്തിരിക്കുന്ന ലോവസ്റ്റ് ക്വാണ്ടിറ്റിയാണ്. സോ രണ്ടാമത്തെ കാര്യം പ്രൈസ് നല്ല രീതിയിൽ കൂടിയിട്ടുണ്ട്, പ്രത്യേകിച്ചും ഡിമാൻഡ് കുറക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഡിമാൻഡ് അതുപോലെ നിൽക്കുന്നു, സാധനമില്ല. സോ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ കുറച്ചുകൂടി ഒന്ന് ഷാർപ്പായിട്ട് കൂടുകയാണെങ്കിൽ ഈ സ്റ്റോക്ക് വീണ്ടും ഒരു നെഗറ്റീവ് ടെറിട്ടറിയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കൺസ്യൂമേഴ്സ് ഡിമാൻഡ് കൂടുന്നു, അപ്പോൾ ഫ്യൂവൽ കുറച്ച് പ്രൈസ് ലെസ്സായിട്ടുള്ള ഫ്യൂവൽ കോസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി അഫോർഡബിൾ ആയിട്ടുള്ള കൽക്കരി അതുപോലെ തന്നെ ഫർണസ് ഓയിൽസിലേക്ക് തന്നെ മാറാൻ സാധിക്കും. സോ അങ്ങനെയാണെങ്കിൽ LNGൻ്റെ ഡിമാൻഡും കുറഞ്ഞു പോകും. സോ അത്
റവന്യൂയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ സ്പോട്ട് കാർഗോവും മറ്റു കാര്യങ്ങളൊക്കെ തന്നെ കുറച്ച് റിസ്ക്കിയാണ്. ഇവരെ സംബന്ധിച്ചിട്ട് ഗ്യാസ് ട്രാൻസ്മിറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും റിസ്ക്കി ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷനാണ്. അത് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള കപ്പലുകൾ മാത്രമേ അത് കാർഗോ കണ്ടെയ്ൻ ചെയ്തുള്ളൂ. സോ ലോങ് ടേം സപ്ലൈ ഡിസ്ട്രപ്ഷൻസ് കൂടാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സ്റ്റോക്ക് കുറച്ചുകൂടി മൈനസിലേക്ക് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പെട്രോളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ലോങ് ടേം കോൺട്രാക്റ്റുകളാണ് ഇവർക്ക് ഖത്തറുമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ദഹേജ് ടെർമിനലും അതുപോലെ തന്നെ ലോങ് ടേം കപ്പാസിറ്റി ബുക്കിംഗ് ഒക്കെ തന്നെ കമ്പനിയെ സംബന്ധിച്ച് പോസിറ്റീവാണ്. കഴിഞ്ഞ വർഷം കമ്പനി 38% മാർജിനാണ്. പ്രോഫിറ്റ് ആഫ്റ്റർ പ്രോഫിറ്റ് മീൻസ് നെറ്റ് മാർജിൻ ഏകദേശം 7.6%. കഴിഞ്ഞ പ്രാവശ്യം 5,09,820 കോടി രൂപയുടെ വരുമാനമാണ് കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത്. സോ കമ്പനിയുടെ Q3 റിസൾട്ട് നോക്കിക്കഴിഞ്ഞാലും നെറ്റ് പ്രോഫിറ്റ് കഴിഞ്ഞ പ്രാവശ്യം 8,666 കോടി രൂപ ഉണ്ടായിരുന്നത് 8,485 കോടി രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഈ ഒരു ടെൻഷനിടക്ക് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഒരു സ്റ്റോക്കാണ് പെട്രോനെറ്റ് LNG. കുറച്ചുകൂടി താഴെ വരികയാണെങ്കിൽ ബാക്കി പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ഒരു സെഗ്മെൻറ്റിൽ വളരെ കുറച്ച് സ്റ്റോക്കുകളേ ഉള്ളൂ. പക്ഷേ അതേസമയം ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന സമയത്ത് മുന്നോട്ട് പോകാൻ സാധ്യതയുള്ള കമ്പനിയാണ് പെട്രോനെറ്റ് LNG. മൂന്നാമത് എൻ്റെ ഫേവറേറ്റാണ് ഗെയിൽ. ഞാൻ തന്നെ പലപ്പോഴായിട്ടും ചർച്ച ചെയ്ത വിഷയമാണ്. എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്കാണ് ഗെയിൽ. എനിക്കിഷ്ടപ്പെട്ട സ്റ്റോക്കാണ്. ഗെയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ നാച്ചുറൽ ഗ്യാസ് ട്രാൻസ്മിഷൻ മാർക്കറ്റിംഗ് കമ്പനിയാണ്. കമ്പനി അവരുടെ സ്വന്തം ലാർജസ്റ്റ് നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈൻ നെറ്റ്വർക്ക് ഇന്ത്യയിൽ ഓൺ ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട ഗ്യാസ് മാർക്കറ്ററാണ് ഇന്ത്യയിലെ. അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട പെട്രോ കെമിക്കൽ പോളിമർ LNG ട്രേഡിംഗ് പ്ലെയറാണ്. മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. അത് ഈ കമ്പനിയെയും ബാധിക്കും. ഏകദേശം ഈ അടുത്തായിട്ട് LNG പ്രൈസസിൽ ഏകദേശം 68% വർധനമാണ് വന്നത്. അതായത് US ഡോളറിൽ നോക്കുകയാണെങ്കിൽ 25 MMBTU ആണ് ഈ അടുത്ത വർഷങ്ങളിൽ രേഖപ്പെടുത്തിയ ഏറ്റവും വലിയ പ്രൈസാണ്. ഗെയിലിനെ സംബന്ധിച്ചത് പ്രോബ്ലമാണ്. കാരണം LNG പ്രൊക്വയർമെൻറ്റ് കോസ്റ്റ് കൂടുന്നു. അതുപോലെ ഇൻഡസ്ട്രിയൽ കസ്റ്റമേഴ്സ് അവരുടെ ഗ്യാസ് കൺസംഷൻ കുറക്കാൻ സാധ്യതയുണ്ട്. മാർക്കറ്റിംഗ് മാർജിൻ കുറയാൻ സാധ്യതയുണ്ട്. അത് കാരണം കോസ്റ്റ് കൂടി വരുമ്പോൾ അവരുടെ മാർക്കറ്റിംഗ് മാർജിൻ സ്വാഭാവികമായിട്ടും കൂടും. സോ ഇതൊക്കെ തന്നെ ഗെയിലിനെ സംബന്ധിച്ച് നെഗറ്റീവാണ്. ഫിനാൻഷ്യൽ ഫ്രണ്ടിൽ നോക്കിക്കഴിഞ്ഞാൽ കമ്പനിയുടെ ടേൺ ഓവർ 340.30 ബില്യൺ ഇന്ത്യൻ റുപ്പീസിൻ്റെ ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 349 ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റിലും കുറവാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ പ്രാവശ്യം 38,670 മില്യൺ ഉണ്ടായിരുന്നത് ഇപ്പോൾ 16,030 കുറഞ്ഞിട്ടുണ്ട്. ഗെയിലിൻ്റെ പ്രധാനപ്പെട്ട മെയിൻലി ബിക്കോസ് എന്താണ്, ഇൻകത്തിൽ വന്നിരിക്കുന്ന, അതായത് മറ്റ് അവരുടെ വരുമാനത്തിൽ നിന്നല്ലാതെ മറ്റു തരത്തിലുള്ള വരുമാനത്തിൽ വന്നിരിക്കുന്ന കുറവാണ്. Q3 ഒരു ആർബിട്രേഷൻ സെറ്റിൽമെൻറ്റിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കമ്പനി ചില കാര്യങ്ങളിൽ. സോ ഏതായാലും മുന്നോട്ട് പോവുകയാണെങ്കിൽ പെട്രോളിയം നാച്ചുറൽ ഗ്യാസ് റെഗുലേറ്ററി ബോഡി, അതായത് PNGRB, അവരുടെ ഇൻറ്ററിം ഡിവിഷൻ നാച്ചുറൽ ഗ്യാസ് പൈപ്പ് ലൈനിൻ്റെ റിവിഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് 58.61 രൂപയിൽ നിന്നും അത് 65.69 രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട്. അത് 2 ഫെബ്രുവരി 2026 മുതൽ എഫക്റ്റീവായിട്ട് കഴിഞ്ഞു. ഏകദേശം ഒരു 12.1% വർധനമാണ് വന്നിരിക്കുന്നത്. സോ അവരുടെ പോസിറ്റീവാണ് ഈ കമ്പനിയെ സംബന്ധിച്ചിട്ട്. സോ ഇപ്പോഴത്തെ നെഗറ്റീവ് നോക്കണ്ട. ഗെയിൽ എന്ന് പറയുന്ന കമ്പനി ഒരു ഉറങ്ങിക്കിടക്കുന്ന ഭീമനാണ്. അത് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് കൊണ്ടുവരാൻ പറ്റിയതാണ്. അപ്പം ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ മിഡിൽ ഈസ്റ്റിലെ ക്രൈസിസ് ഈ 3 കമ്പനികളെ സംബന്ധിച്ചിട്ടും ഒരു ഷോർട്ട് ടേമിൽ ഒരു അൺസർട്ടൺ ആയിട്ടുള്ള ഒരു നെഗറ്റീവാണ് ക്രിയേറ്റ് ചെയ്തിരിക്കപ്പെട്ടിരിക്കുന്നത്. സോ ഫണ്ടമെൻറ്റൽസൊക്കെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഓക്കെയാണ്. പക്ഷേ ഇത് എത്ര കാലം നീണ്ടുപോകുന്നതനുസരിച്ചിട്ട് ഫണ്ടമെൻറ്റൽസിലും ചേഞ്ചസ് വന്നേക്കാം. സോ ഷോർട്ട് ടേം വളറ്റിലിറ്റി വളരെ കൂടുതലാണ്. LNG ഡിസ്റപ്ഷൻസ് വരുന്നിടത്തോളം കാലം ഗൾഫിൽ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ കപ്പലുകൾ ഓടാനും LNG ഇമ്പോർട്ട് ചെയ്യാനും പറ്റാത്തിടത്തോളം കാലം ഈ 3 കമ്പനികളെ സംബന്ധിച്ചിട്ടും റിസ്ക് കൂടുതലാണ്. സോ ഇൻഡസ്ട്രിയൽ ഡിമാൻഡൊക്കെ തന്നെ മറ്റുള്ള സോഴ്സ് ഓഫ് ഫണ്ടിങ്ങിലെ സോഴ്സ് ഓഫ് ഗ്യാസിലേക്കോ അല്ലെങ്കിൽ അവരുടെ മറ്റുള്ളതിലേക്കോ മറ്റുള്ള സോഴ്സിലേക്ക് മാറാനുള്ള സാധ്യതകൾ കമ്പനികൾ കാണിക്കും. സോ ലോങ് ടേമിൽ നാച്ചുറൽ ഗ്യാസ് കൺസംഷൻ വീണ്ടും വർദ്ധിക്കാനാണ് സാധ്യത. ഗവൺമെൻറ്റും അതിന് അനുമതി കൊടുത്തിട്ടുണ്ട്. പുഷ് ചെയ്യും. ഗ്യാസ് എനർജി മിക്സ് അതായത് 6% മുതൽ 15% എത്തിക്കുക എന്നുള്ളതാണ്. സോ ഇൻവെസ്റ്റേഴ്സ് ഈ കമ്പനിയുടെ ഫണ്ടമെൻ്റലുകളെ നോക്കുക, കോർപ്പറേറ്റ് ഗവർണൻസ് ഇഷ്യൂസ് നോക്കുക. പക്ഷേ ഇതിൽ 3ലും എനിക്ക് പെട്രോനെറ്റ് ആദ്യം ഗെയിൽ തന്നെയാണ് എൻ്റെ പ്രയോറിറ്റി വരുന്നത്. അതുപോലെ രണ്ടാമത് പെട്രോനെറ്റ് LNG. മഹാനഗർ ഗ്യാസ് ഓക്കെ അവർക്കും ഉണ്ട് കൺസംഷനൊക്കെ. പക്ഷേ എൻ്റെ ഒരു ഓർഡർ ചോദിച്ചു കഴിഞ്ഞാൽ ഗെയിലാണ്. ഗെയിൽ ഈ ഏറ്റവും എല്ലാവരും നെഗറ്റീവായിട്ട് നിൽക്കുന്ന സമയത്തും എല്ലാവരും മോശം എന്ന് പറയുന്ന സമയത്തുമാണ് ആ സെക്ടർ വാങ്ങാനുള്ള കമ്പനി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്യാസ് മാർക്കറ്റിംഗ് കമ്പനിയാണ് ഗെയിൽ. ഇപ്പോൾ നമുക്ക് എൻ്റെ അഭിപ്രായത്തിൽ ഗെയിൽ ഇപ്പോൾ ലഭിക്കുന്നത് വെറും ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്യാസ് മാർക്കറ്റാണ്. ഇപ്പോൾ കിട്ടുന്നത് വെറും 166 രൂപക്കാണ്. എനിക്ക് തോന്നുന്നു നമുക്ക് താല്പര്യമുള്ളവർക്ക് ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യ ലിമിറ്റഡ് ഗെയിൽ
അവസാനമായിട്ട് പ്രധാനപ്പെട്ട ഒരു സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് 146 രൂപ 145 റേഞ്ചാണ്. ആ റേഞ്ചിൽ വരുന്നില്ല എങ്കിലും ഒരു 150 റേഞ്ചിലൊക്കെ വരികയാണെങ്കിൽ ഇപ്പോൾ 155 ഞാൻ 166 എന്നാണ് പറഞ്ഞത്, 155 രൂപയാണുള്ളത് ഗെയിലിന്. സോ ഗെയിലിന് നമുക്ക് 146 ആണ് ഇപ്പോഴത്തെ ഷോർട്ട് ടേം സപ്പോർട്ട്, 145 രൂപ. അതിൽ താഴെ പോവുകയാണെങ്കിൽ മാത്രമാണ് ഗെയിലിൽ കുറച്ചൊരു നെഗറ്റീവായിട്ടുള്ള ട്രെൻഡ്. ഇപ്പോൾ 145 രൂപ വരികയാണെങ്കിൽ കുറച്ച് നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് വാങ്ങി ലോങ് ടേമിലേക്ക് വെക്കാൻ പറ്റുന്നൊരു സ്റ്റോക്കാണ് ഗെയിൽ. അതുപോലെ നല്ല ഡിവിഡൻഡ് റേറ്റും കാര്യങ്ങളൊക്കെ തരുന്ന ഒരു കമ്പനി കൂടിയാണ്. അതേസമയം പെട്രോനെറ്റ് LNG നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പെട്രോനെറ്റ് LNG 290 രൂപക്കാണ്. പെട്രോനെറ്റ് LNGയുടെ ടെക്നിക്കൽ ഡിസ്ട്രക്ഷൻ അത്രമാത്രം ആയിട്ടില്ല. നമുക്കൊരു സ്റ്റോപ്പ് ലോസ് 270 താഴെ 265 270 സോണിൽ നമുക്കൊരു സ്റ്റോപ്പ് ലോസ് വെക്കാം. അതിന് താഴെ മാത്രമാണ് പെട്രോനെറ്റ് LNG വീക്കാവാനുള്ള സാധ്യത. ഒരു പുള്ളപ്പ് വരികയാണെങ്കിൽ ഒരു 300 മുകളിൽ അല്ലെങ്കിൽ ഒരു 325 330 320 വരെയൊക്കെ പോകാനുള്ള സാധ്യത. സോ പെട്രോനെറ്റ് LNG, ഗെയിൽ, അതുപോലെ തന്നെ മഹാനഗർ MGL എന്ന് പറയുന്ന സ്റ്റോക്ക്, ഈ 3 സ്റ്റോക്കിനെയും കൊണ്ടുവരാം. ഇപ്പോഴത്തെ ഷോർട്ട് ടേം നെഗറ്റീവാണ്. അതേസമയം ഡിപ്സിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങൾ തീരുന്ന സമയത്ത് മുന്നോട്ട് പോകാൻ കൂടുതലാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു ചെറിയൊരു റിസർച്ച് വീഡിയോ മാത്രമാണ്. താല്പര്യം നിങ്ങളുടേതായിട്ടുള്ള അനാലിസിസുകൾ കൂടി നടത്തുക, അതിനുശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എക്സ്പെക്ട് ചെയ്യുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും